അറബിക്കടലിൽ മുങ്ങിത്താന്ന MSC എൽസ 3 എന്ന കപ്പൽ ഒരു വലിയ ഒരു ജലബോംബ് തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് കിട്ടുന്ന വാർത്തകൾ. 640 കണ്ടെയ്നറുകളുമായിട്ടാണ് വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഈ കപ്പൽ എൽസ എന്ന ഈ കപ്പൽ മുങ്ങിത്താന്നത്. എന്ത് തന്നെയാലും ഇതിനകത്ത് ഏകദേശം ഈ കപ്പലിനുള്ളിൽ ശേഷിക്കുന്നത് 250 ടണ്ണോളം കാൽസ്യം കാർബൈഡ് നിറച്ച കണ്ടെയ്നറുകളാണ് ഈ മുങ്ങിത്താന്ന കപ്പലിൽ ഇനിയും ശേഷിക്കുന്നത്. ഇത് വലിയ ഒരു വിപത്തിന് ഇടയാവും. എന്തു തന്നെയാലും തീരദേശവാസികൾക്കും അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർക്കും ഒക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ കൂടുതൽ വെള്ളം കടന്നാൽ ഈ കാൽസ്യം കാർബൈഡ് കൂടിക്കലർന്ന അസറ്റിലീൻ വാതകം ഉണ്ടാവുകയും അതുവഴി ഒരു വലിയ സ്ഫോടനത്തിന് തന്നെ സാധ്യത ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികൾ അത് മുൻകരുതലോടു കൂടിയാണ് ഓരോ നീക്കവും നടത്തുന്നത്. കപ്പലിൽ നിന്ന് കടൽ വീണ കണ്ടെയ്നറുകൾ ഒന്ന് കൊല്ലം കരുനാപ്പള്ളി ചിറയൻകീഴ് ഭാഗത്ത് അടിഞ്ഞു കൂടി. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ലായിരുന്നു. ആ കണ്ടെയ്നറുകളിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്തായാലും അത് ഈ പറയുന്നുള്ള അതിന് വേണ്ടുന്ന പരിശോധനകൾക്ക് വേണ്ടി വിധേയമാക്കിയിട്ടുണ്ട്. നാട്ടുകാരാണ് ഈ വിവരം അധികൃതരെ അറിയിച്ചതും ഒക്കെ. എന്ത് തന്നെയാലും ഇനിയുള്ള ബാക്കി അവശേഷിക്കുന്ന കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് മറ്റൊരു വിഷയവുമായിട്ടിരിക്കുന്നത്. ഇതിനകത്ത് സംസ്ഥാനത്തിൻ്റെ തെക്കൻ തീരത്താണ് ഇപ്പോൾ വൻ പാരിസ്ഥിതിക ഭീഷണി ഇത് ഉയർത്തിയിരിക്കുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം 14.6 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 27 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മുങ്ങിപ്പോയ 25 കണ്ടെയ്നറുകൾ ആദ്യം പറഞ്ഞതുപോലെ 250 ടണ്ണോളം ഈ രാസവസ്തു അടങ്ങിയിരിക്കുന്നതിനാൽ ഇനി അത് തിരിച്ചെടുക്കുവാനോ മറ്റൊന്നിനും സാധ്യമല്ല. പക്ഷേ ഇതിൻ്റെ കടലിന് പുറം ഭാഗത്തായിട്ട് എണ്ണ പരന്ന് കിടക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഈ രാസവസ്തു എങ്ങനെ അതിൻ്റെ ഈ ഒരു വീര്യം എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണ് ഏകദേശം അതിൽ ഉണ്ടായിരുന്ന 24 പേരെയും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. തീരസേനയും നാവികസേനയും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തി കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. മറ്റു കപ്പലുകളുടെയും സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ ആദ്യമൊക്കെ ഇതിൻ്റെ ചെരുവ് നിർത്തിയിട്ട് ഈ കണ്ടെയ്നറുകൾ അതിൽ നിന്ന് മാറ്റാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്തത്. കപ്പൽ പൂർണ്ണമായി മുങ്ങിത്താന്നു. അവസാനം ഒരു രാത്രി മുഴുവനും പരീക്ഷിച്ചിട്ടും കപ്പലിനെ നിവർത്തി നിർത്താനോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ അതിൽ നിന്ന് മാറ്റാനോ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പിന്നീട് ക്യാപ്റ്റനെ 2 എഞ്ചിനീയർമാരെ ഇന്നലെയാണ് പുറത്തെത്തിച്ചത്. അവരെ ജോർജിയൻ സ്വദേശിയായ എഞ്ചിനീയറെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും മണിക്കൂറുകൾ ഇരുന്നതിൻ്റെയും ചില അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും അനുസരിച്ചാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. കൃത്യമായ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്താത്തതിനാലാണ്. ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ മറ്റെന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ മുഴുവനും മഴ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയുടെ എന്തെങ്കിലും തിരമാല നന്നായിട്ട് തിരയിളക്കമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. മത്സ്യബന്ധനങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ആ തിരയിളക്കം കാരണമാണോ, സാങ്കേതിക മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളതൊന്നും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിനകത്തുള്ള ജീവനക്കാർ പറയുന്നത് കപ്പലിൻ്റെ സാങ്കേതിക തകരാറാണ്. ഈ കടൽ കുറച്ച് പ്രക്ഷുബ്ധമായിരുന്നു, അതുകൊണ്ട് കപ്പലിൻ്റെ നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ് അതിനുള്ളിലെ ജീവനക്കാർ പറയുന്നത്. പക്ഷേ തികച്ചും അവർ പറയുന്ന ഒരു ഇതല്ലാണ്ട് കൃത്യമായിട്ടുള്ള മറ്റുള്ള വിവരങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 73 കാലി കണ്ടെയ്നറുകൾ ഉൾപ്പെടെ കപ്പലിൽ 623 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. 13 എണ്ണത്തിലാണ് ഈ ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കൾ. 12 എണ്ണത് കാൽസ്യം കാർബൈഡ് ആയിരുന്നു. കാൽസ്യം കാർബൈഡ് അടങ്ങിയ ഈ രാസവസ്തുവായിരുന്നു. ടാങ്കുകളിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചരക്ക് കപ്പലുകൾ ഇന്ധനമായി പൊതുവെ ഉപയോഗിക്കുന്ന ഹെവി ഫ്യുവൽ ഓയിലാണ്.
MSC എൽസയിലും ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇതാണെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ ഈ വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകുന്നതിൻ്റെ പല മടങ്ങ് നാശമാണ് ഇത് വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകുന്നത്. ഇന്നലെ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൂടുതൽ അന്വേഷണങ്ങളോ പരിശോധനകളോ ഒന്നും നടത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ വ്യോമസേനയും നാവികസേനയും ഈ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അവരുടെ പരിശോധനകളിലൂടെ എണ്ണ കൂടുതലധികം കടലിന് മീതെ പടർന്നു എന്നുള്ള ഒരു പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ഓയിലായിരിക്കാം പടർന്നിരിക്കുന്നത്. എന്നാൽ വളരെ ഈ പറഞ്ഞോണം നേരത്തെ ഈ പറഞ്ഞതുപോലെ സ്ഫോടനം ഉണ്ടാകുന്ന തരത്തിലുള്ള ആ ഒരു രാസവസ്തു എങ്ങാണം ആ കണ്ടെയ്നറിൽ നിലവിലും ഈ കടലിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട്. അത് ഒരു പക്ഷേ ലീക്കാവുകയോ ഈ വെള്ളവുമായി കലരുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ഉഗ്രസ്ഫോടനം ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ കടൽ മത്സ്യങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാവുകയും വംശനാശം തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് എന്തുമാത്രം ഈ ഒരു സ്ഫോടനം എന്തുമാത്രം അതിൻ്റെ വ്യാപ്തി ഉണ്ടാകുമെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് കരയിലേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ അത് അഞ്ഞടിക്കുമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുമോ എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. എന്ത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം അതിന് 20 കിലോമീറ്റർ ദൂരെ തന്നെ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ 1-2 കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞിരുന്നു. പക്ഷേ ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു എത്ര മീറ്റർ അകലെ നിൽക്കണം, നിങ്ങൾ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കണ്ടെയ്നർ വലിച്ച് കടലിൽ നിന്ന് കെട്ടുകയും ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായത്തോടെയൊക്കെ കെട്ടുകയെന്ന കാഴ്ചകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഒരു പക്ഷേ അതിനകത്ത് രാസവസ്തുവിൻ്റെ അംശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷേ അത് എന്താണെന്നുള്ളതും അറിയില്ല. ഈ നാട്ടുകാർ അത് ഒരു സേഫ്റ്റി ഇല്ലാണ്ടാണ് അവർ വലിച്ചു കെട്ടുന്നത്. അതിന് ഫുഡ് ഐറ്റംസ് ആണ് അതിനകത്ത് ആ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതൊരു പരിശോധനയ്ക്ക് വിധേയമാകും. അപ്പോൾ ഈ പറഞ്ഞ ഒരു മാധ്യമത്തിലാണ് അത്തരത്തിലുള്ളൊരു വാർത്ത വന്നിരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പോകരുതെന്ന്. അത് ഇപ്പോൾ വിട്ടാൽ പിന്നെ ഈ കണ്ടെയ്നർ കിട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ പിടിച്ചു കെട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വളരെ ക്ഷമാപൂർവ്വം ഒരു 2-3 കണ്ടെയ്നർ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ കപ്പൽ ജീവനക്കാർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. പക്ഷേ വേറെ ഒരു തീരത്തേക്ക് അടിഞ്ഞ 2 കണ്ടെയ്നറുകൾ എന്നാൽ ഫുൾ ബാങ്ക് ആയിരുന്നു, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിലായിരിക്കാം ഓയിലോ മറ്റുള്ള കാര്യങ്ങൾ അതായിരിക്കാം ഒരു പക്ഷേ ഒലിച്ച് കടലിന് മീതെ കിടന്നത്. എന്തായാലും കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കടലിൻ്റെ അടിത്തട്ടിൽ ഇപ്പോൾ ഈ കപ്പലിനോടൊപ്പം കിടക്കുന്ന 250 ടൺ ആ രാസവസ്തു ഒരു പക്ഷേ ഈ ജലവുമായി ചേർന്ന ഈ കടൽ വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു സ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് വലിയ ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെ. കാരണം ഏകദേശം കപ്പൽ മുങ്ങിയ പ്രദേശത്ത് 20 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയതും ഇതുകൊണ്ടാണ്. അപൂർവ വസ്തുക്കൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഈ പറഞ്ഞതുപോലെ 112 വിളിച്ച് അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം ഇത് ഏത് നിമിഷം ഈ ഒരു കണ്ടെയ്നറിൽ ചെറിയ എന്തെങ്കിലും വിള്ളലോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ ഈ രാസവസ്തു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിനെ എങ്ങനെ നിർവീര്യമാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ അധികൃതർ ഉള്ളത്. അതിന് വേണ്ടുന്ന വ്യോമസേന നാവികസേന വിഭാഗങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്ങനെ ഇതിനെ നിർവീര്യമാക്കാം എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഇത് ക്യാപ്റ്റനെയും മറ്റുള്ള ഇതിനകത്തെ ജീവനക്കാരെയും ഒക്കെ ഈ പറഞ്ഞോണം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ ഈ പറഞ്ഞോണം എങ്ങനെ ഇത് ചെയ്യണം, ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരള തീരത്ത് വന്ന ഒരു വലിയൊരു കടൽക്കണി തന്നെയാണ് ഈ ഒരു എൽസ എന്ന് പറഞ്ഞ കപ്പൽ. ഒരു ഹാനികരമായിട്ടുള്ള ഈ ഒരു ഇന്ധനം വഹിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഒരു ഭീതി പടരുന്നത്. മറ്റെന്തെങ്കിലും ഈ പറഞ്ഞോണം ഭക്ഷ്യവസ്തുക്കളോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു പക്ഷേ ഓയിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നിർവീര്യമാക്കാമായിരുന്നു. പക്ഷേ ഈ രാസവസ്തു ആയതുകൊണ്ടും ഏകദേശം ഇത്രയും ടൺ രാസവസ്തു ആയതുകൊണ്ടും ഇത് കപ്പൽ ഉൾപ്പെടെ ഇത് മുങ്ങിത്താന്നത് കൊണ്ടുമാണ് ഈ ഒരു വിഷയം ഇങ്ങനെ നിലനിൽക്കുന്നത്. എന്തു തന്നെയായാലും ഒരു വല്ലാത്തൊരു കടൽക്കണ്ണി തന്നെയാണ് കേരള തീരത്ത് അടിഞ്ഞിരിക്കുന്നത്.